നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം, അതായത് മെയ് മാസം 2026 മെയ് മാസം 3-ാം തീയതി അമേരിക്കയിലെ വാൻഡൻബർഗ് സ്പേസ് സ്റ്റേഷനിൽ അമേരിക്കൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 റോക്കറ്റ് ഒരു ബഹിരാകാശ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി. ഒരു ഉപഗ്രഹത്തെ അത് വിജയകരമായി തന്നെ ഭ്രമണപഥത്തിൽ എത്തിച്ചു. അതിനുശേഷം ഒട്ടും വൈകാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എക്സ് പേജിൽ ഒരു അഭിനന്ദന സന്ദേശം അദ്ദേഹം പോസ്റ്റ് ചെയ്തു. അതായത് ഈ ഉപഗ്രഹം വിക്ഷേപിച്ചത് ഒരു ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ആ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനിയെ അഭിനന്ദിച്ചുകൊണ്ടും രാജ്യം നേടിയ ഈ നേട്ടത്തിൽ അഭിമാനിച്ചുകൊണ്ടുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് ആ പോസ്റ്റ് എക്സിൽ ചെയ്തത്. അതായത് രാജ്യത്തിനാകെ വളരെ നിർണായകമായ ഒരു ഓർബിറ്റിംഗ് ആണ് സ്പേസ് എക്സ് കമ്പനി അമേരിക്കയിൽ നിന്ന് നടത്തിയത്. ആ കമ്പനി ഫാൽക്കൺ 9 റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിച്ച ഉപഗ്രഹം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദൃഷ്ടി എന്ന ഉപഗ്രഹമാണ്. ദൃഷ്ടി എന്ന ഉപഗ്രഹം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ആ ഉപഗ്രഹത്തിൻ്റെ സ്രഷ്ടാക്കൾ എന്നത് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗാലക്സ് ഐ എന്ന് പറയുന്ന ഒരു സ്പേസ് സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ഈ കമ്പനിയാണ് ഇങ്ങനെയൊരു ദൃഷ്ടി എന്ന പേരിൽ ഒരു ഉപഗ്രഹം നിർമ്മിച്ചത്. ആ ഉപഗ്രഹം അമേരിക്കയിൽ നിന്നും ഭ്രമണപഥത്തിൽ എത്തിച്ചതും. ദൃഷ്ടി എന്ന ഈ ഉപഗ്രഹത്തിന് ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. ഇന്ത്യയുടെ ഒരു സ്വകാര്യ കമ്പനി നിർമ്മിക്കുന്ന ഏറ്റവും വലിയ ഉപഗ്രഹമാണ് ദൃഷ്ടി എന്ന ഉപഗ്രഹം. നേരത്തെ പല സ്വകാര്യ കമ്പനികളും ചെറിയ ഉപഗ്രഹങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ വിക്ഷേപിച്ചിട്ടുണ്ട്. ISRO തന്നെയാണ് ആ വിക്ഷേപണം നടത്തിയത്. പക്ഷേ ഇത് ഏറ്റവും വലിയ ഒരു ഉപഗ്രഹമാണ്. മാത്രമല്ല, ഈ ഉപഗ്രഹത്തിൽ ഇതൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ചാര ഉപഗ്രഹം എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും സാങ്കേതികമായി ഇതൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. ഭൂമിയിലെ കാര്യങ്ങൾ ബഹിരാകാശത്തിരുന്നു കൊണ്ട് സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന സംവിധാനങ്ങളും പേലോഡുകളുമാണ് ഈ ഉപഗ്രഹത്തിൽ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹത്തിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ലോകത്തൊരു കമ്പനി അല്ലെങ്കിൽ ലോകത്തൊരു രാജ്യവും ഇതുവരെ ഉപയോഗിക്കാത്ത സാങ്കേതിക വിദ്യയാണ്. അതായത് ഇത്തരം സാങ്കേതിക വിദ്യയുള്ള ഉപഗ്രഹം വിക്ഷേപിക്കുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ മാറുകയാണ്. അമേരിക്കയുടെ കയ്യിലോ റഷ്യയുടെ കയ്യിലോ ചൈനയുടെ കയ്യിലോ ഒന്നും തന്നെ ഇത്തരത്തിലൊരു സാങ്കേതിക വിദ്യ ഇല്ല. അതായത് ഭൂമിയിലെ ചിത്രങ്ങളെടുക്കാൻ, ഭൂമിയിലെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനായി ഈ ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നത് പ്രധാനമായും 2 സാങ്കേതിക വിദ്യയാണ്. ഒന്ന്, ഓപ്റ്റിക്കൽ ക്യാമറകളിലൂടെ എടുക്കുന്ന സാധാരണ ഫോട്ടോഗ്രാഫികളാണ്. ഈ ഫോട്ടോഗ്രാഫികൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വളരെ കൃത്യതയുള്ള, വളരെ ഹൈ റെസൊല്യൂഷൻ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫുകൾ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ മേഘങ്ങൾ, അതുപോലെ തന്നെ പൊടിപടലങ്ങൾ, ഇതെല്ലാം ഇത്തരം ഒപ്റ്റിക്കൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നത് തടസ്സപ്പെടുത്തും. മാത്രമല്ല, ഇത്തരം സാങ്കേതിക വിദ്യയ്ക്ക് രാത്രിയിൽ ഇമേജിംഗ് നടത്താനുള്ള കഴിവുമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പരിമിതി എന്ന് പറയുന്നത്. എന്നാൽ മറ്റൊരു സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് സിന്തറ്റിക് അപ്പച്ചർ റഡാറുകളാണ്. ഇങ്ങനെയുള്ള റഡാറുകൾ ഉപയോഗിച്ച് നടത്തുന്ന വിവരശേഖരണം, അതായത് ചിത്രങ്ങൾ എടുക്കുന്നത്, അതിന് ഈ മേഘങ്ങളോ പൊടിപടലങ്ങളോ ഒന്നും തടസ്സമല്ല. രാത്രിയിലും ചിത്രങ്ങൾ എടുക്കാം. പക്ഷേ അത്തരം ചിത്രങ്ങൾ കൃത്യമായി അനലൈസ് ചെയ്യുന്നതിൽ, അത്തരം കൃത്യങ്ങളിൽ നിന്ന് ഈ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ ഒക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. വളരെയധികം സാങ്കേതിക തികവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ എന്താണ് ആ ചിത്രത്തിലുള്ളത് എന്ന് വ്യക്തമായി വിവരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല, അത്തരം ചിത്രങ്ങൾ പലപ്പോഴും എന്താണ് എന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇത് വളരെയധികം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രോസസ്സുകളിലൂടെ ഈ ചിത്രങ്ങൾ ഫൈനലൈസ് ചെയ്യാൻ കടന്നു പോകേണ്ടി വരും. ഒട്ടനവധി സമയമെടുക്കും. ധാരാളം ദിവസങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരും. പെട്ടെന്നുള്ള ഒരു വിവരശേഖരണം ഇതുപയോഗിച്ച് സാധ്യമല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പരിമിതി. എന്നാൽ ഈ 2 സാങ്കേതിക വിദ്യകളും സംയോജിപ്പിച്ചുകൊണ്ട് ഇതൊരു AI സംവിധാനത്തിലൂടെ ഉപഗ്രഹം തന്നെ അതിനെ ഒരു ഔട്ട്പുട്ടാക്കി മാറ്റി അയക്കുകയാണ് എങ്കിൽ തീർച്ചയായും 2ൻ്റെയും ഉപകാരവും 2ൻ്റെയും പരിമിതികളും മറികടക്കാനും 2ൻ്റെയും ഗുണവശങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ സാങ്കേതിക വിദ്യകൾ സംയോജിപ്പിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യേകത. ഇത് സംയോജിപ്പിച്ചു എന്നുള്ളതാണ് ഗാലക്സ് ഐ എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു സംയോജിപ്പിച്ചിട്ടുള്ള ഒപ്റ്റോസാർ സാങ്കേതിക വിദ്യയാണ്. അതായത് ഒപ്റ്റിക്കൽ സാങ്കേതിക വിദ്യയും
SIR സിന്തറ്റിക് അപ്പർച്ചർ റഡാർ എന്നിങ്ങനെ 2 സാങ്കേതിക വിദ്യകളും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു സാങ്കേതിക വിദ്യ അത് നിർമ്മിക്കാൻ ഈ കമ്പനിക്ക് സാധിച്ചു. അങ്ങനെ ഒരു ഉപഗ്രഹം നിർമ്മിക്കുകയും അത് ബഹിരാകാശത്ത് എത്തിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയോജനം എന്ന് പറയുന്നത് ദുരന്ത നിവാരണ രംഗത്ത് ഇത്തരം സാറ്റലൈറ്റുകൾ വളരെയധികം ഉപകരിക്കും. മാത്രമല്ല ഈ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും കാർഷിക രീതികളെക്കുറിച്ചൊക്കെ വിലയിരുത്താനുമൊക്കെ ഇത്തരം ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും ഇത്തരത്തിലുള്ള ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രയോജനം എന്ന് പറയുന്നത് സൈന്യത്തിനാണ്. സൈന്യത്തിന് ശത്രുവിൻ്റെ നീക്കങ്ങൾ വളരെയധികം സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിച്ചറിയാൻ ഇത്തരം ചാര ഉപഗ്രഹങ്ങൾ കൊണ്ട് സാധിക്കും, ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ കൊണ്ട് സാധിക്കും. പ്രത്യേകിച്ചും പാകിസ്ഥാനെ പോലെയുള്ള ഒരു രാജ്യം അടുത്ത് കിടക്കുന്നുണ്ട്. ചൈനയെ പോലെ അതിർത്തി മാന്താൻ അപാരമായ കഴിവുള്ള മറ്റൊരു രാജ്യം അടുത്ത് കിടപ്പുണ്ട്. മാത്രമല്ല ഒട്ടനവധി ശത്രു രാജ്യങ്ങൾ ഇന്ത്യക്ക് ഇപ്പോൾ കൂടി വരികയുമാണ്. കാരണം ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതിനാൽ ഇന്ത്യക്ക് ശത്രു രാജ്യങ്ങൾ കൂടി വരികയുമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അയൽവാസികളെ അടക്കം നിരീക്ഷിക്കുന്നത്, അയൽവാസികൾ എന്ന് പറഞ്ഞാൽ അയൽ രാജ്യങ്ങളെ അടക്കം നിരീക്ഷിക്കുന്നതിന് ഇത്തരം സംവിധാനങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു ഉപഗ്രഹം വിക്ഷേപിച്ച ഉടൻ തന്നെ ഈ സ്വകാര്യ കമ്പനിയെ അഭിനന്ദിച്ചുകൊണ്ടും ഇങ്ങനെയൊരു നേട്ടം കൈവരിച്ചതിൽ അഭിമാനം കൊണ്ടുകൊണ്ടും അത്തരത്തിൽ ഒരു പോസ്റ്റ് എക്സിൽ കുറിച്ചത്. ഇത് അവിടെ നിൽക്കട്ടെ. മറ്റൊരു ഭാഗം ഇതുമായി ബന്ധിപ്പിക്കേണ്ട ഒരു ഭാഗമുണ്ട്. അതായത് 2025 മെയ് മാസത്തിലാണ് ഇന്ത്യയുടെ ISROയുടെ ഒരു വിക്ഷേപണ ദൗത്യമുണ്ടായത്. PSLV 61 ISROയ്ക്ക് ഏറ്റവും വിശ്വസനീയമായ ഒരു റോക്കറ്റാണ്, വിക്ഷേപണ വാഹനമാണ് PSLV. ഒട്ടനവധി വിക്ഷേപണങ്ങൾ വിജയകരമാക്കിയ ഒരു വാഹനമാണ് PSLV. എന്നാൽ PSLV 61 ഒരു പരാജയമായി മാറുന്നു. ഇതിൻ്റെ 3rd സ്റ്റേജിൽ ചില കുഴപ്പങ്ങൾ കണ്ടെത്തുന്നു. ഉപഗ്രഹം അവിടേക്ക് എത്തിക്കാൻ സാധിക്കാതെ വരുന്നു. റോക്കറ്റ് നമുക്ക് തകർത്ത് കളയേണ്ടി വരുന്നു. ആ ഒരു വിക്ഷേപണത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാമായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ആ ഒരു വിക്ഷേപണം പരാജയപ്പെട്ടതോടുകൂടി നമുക്ക് നഷ്ടമായി. ഇനി PSLV 62 അത് 2026 ജനുവരിയിലാണ്. അതായത് അടുത്തടുത്ത 2 വിക്ഷേപണങ്ങൾ PSLV 61 വിക്ഷേപിക്കുന്നു, പരാജയപ്പെടുന്നു. തൊട്ടടുത്ത് ജനുവരി മാസത്തിൽ 2026 ജനുവരി മാസത്തിൽ മറ്റൊരു വിക്ഷേപണം നടത്തുന്നു. നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഭാരതത്തെ വലിയ രീതിയിൽ ആശങ്കയിലാക്കിക്കൊണ്ട് ആ വിക്ഷേപണവും പരാജയപ്പെടുന്നു. അതായത് നിരന്തരം വിജയിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ഏറ്റവും വിശ്വസിക്കാവുന്ന ഒരു റോക്കറ്റ് ഇങ്ങനെ അടുത്തടുത്ത 2 വിക്ഷേപണങ്ങളിൽ പരാജയപ്പെടുന്നു. 2ാമത്തെ വിക്ഷേപണത്തിലും ഏറ്റവും കൃത്യത ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉപഗ്രഹം അതിനകത്തുണ്ടായിരുന്നു. ഒപ്പം അതിനോടൊപ്പം യാത്ര ചെയ്ത 18 ഉപഗ്രഹങ്ങൾ, ഇങ്ങനെ 19 ഉപഗ്രഹങ്ങളാണ് 2ാമത്തെ PSLV 62 എന്ന ആ വിക്ഷേപണത്തിലൂടെ അല്ലെങ്കിൽ ആ വിക്ഷേപണം പരാജയപ്പെട്ടതിലൂടെ നമുക്ക് നഷ്ടമായത്. ഈ PSLV 61 പിന്നാലെ PSLV 62 അതേപോലെ തന്നെ 3rd സ്റ്റേജിൽ തകരാറുകൾ കണ്ടെത്തി തകർന്നു വീഴുകയായിരുന്നു. 19 ഉപഗ്രഹങ്ങൾ, ഒപ്പം സൈന്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹം, അതും പ്രത്യേക ഈ പറയുന്ന സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ഉപഗ്രഹമായിരുന്നു. ആ ഉപഗ്രഹം അന്ന് വിക്ഷേപിക്കപ്പെട്ടിരുന്നുവെങ്കിൽ, വിജയകരമായി ഭ്രമണപഥത്തിൽ എത്താൻ സാധിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ഇന്ന് ലോകത്ത് നിലവിലുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തിയേറിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം തന്നെയായിരിക്കുമായിരുന്നു അതാണ് നഷ്ടപ്പെട്ടത്. 2 ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങൾ അടുപ്പിച്ചടുപ്പിച്ച് ഇന്ത്യക്ക് നഷ്ടമായതുകൊണ്ടാണ് ISROയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ISROയുടെ ദൗത്യങ്ങൾ പരാജയപ്പെടുത്താൻ വേണ്ടി ഏതോ ശക്തികൾ ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു സംശയം നമുക്കുണ്ടായതും അതിന്മേലുള്ള അന്വേഷണം ഉണ്ടായതും. നമുക്കറിയാം, നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കേരളത്തിൽ തിരുവനന്തപുരത്തെത്തി ഈ നമ്മുടെ VSSC അടക്കം സന്ദർശിച്ച് തെളിവ് ശേഖരിക്കുകയും ഉദ്യോഗസ്ഥന്മാരെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഇങ്ങനെ അതിനു പുറമെ ISROയുടെ ഈ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംശയം വീണ്ടും ജനിക്കുന്നു. അതിനുശേഷം അജിത് ഡോവലിൻ്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അജിത് ഡോവലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഒരു പുറത്തു നിന്നുള്ള ഒരു സമിതിയെ ഈ 2 പരാജയങ്ങൾ അന്വേഷിക്കാനായി നിയോഗിക്കുകയും ആ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയുമാണ്. അതായത് ISROയുടെ മിഷൻ ഫെയിലുവേഴ്സ് എല്ലാം എപ്പോഴും അന്വേഷിക്കുന്നത് ISRO തന്നെയാണ്. ISROയുടെ ആന്തരികമായ അന്വേഷണമായിരിക്കും നടത്തുക. എന്തുകൊണ്ടാണ് ആ മിഷൻ ഫെയിലുവർ ആയത് എന്ന് ISRO തന്നെ കണ്ടുപിടിക്കുകയും അത് അടുത്ത ഒരു വിക്ഷേപണത്തിൽ അതിൻ്റെ ന്യൂനതകൾ പരിഹരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു.
എന്നാൽ ഈ രണ്ട് വിക്ഷേപണങ്ങൾ പരാജയപ്പെട്ടതോടുകൂടി ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന് കേന്ദ്ര സർക്കാരിന് സംശയമുണ്ടാകുന്നു. അതിന്മേലുള്ള അന്വേഷണം നടക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഈ ദൃഷ്ടിയുടെ വിക്ഷേപണത്തെ കാണേണ്ടത്. അതായത് സാധാരണഗതിയിൽ ഇന്ത്യയിലെ സ്വകാര്യ മേഖലയായാൽ തന്നെ ഏതെങ്കിലും ഒരു ഉപഗ്രഹം ഇത്തരത്തിൽ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു ഉപഗ്രഹം തീർച്ചയായും നിർമ്മിച്ചാൽ അഭിമാന പുരസ്സരം നമ്മൾ ISROയെയാണ് ആ ഉപഗ്രഹം വിക്ഷേപിക്കാൻ ഏൽപ്പിക്കുന്നതും. പക്ഷേ ഇന്നിപ്പോൾ 61-ൻ്റെയും 62-ൻ്റെയും പരാജയത്തിന് ശേഷമായിരിക്കാം ഈ ഉപഗ്രഹം, അതായത് ഇതുകൂടി നഷ്ടപ്പെട്ടാൽ നമ്മുടെ സൈന്യത്തിന് അത്യാധുനികമായ ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹം അത് ഇനിയും നിർമ്മിക്കേണ്ടതായിട്ട് വരും. ഇനിയും കാലതാമസം എടുക്കും. കാരണം 2 ഉപഗ്രഹങ്ങൾ നഷ്ടമായിട്ടുണ്ട്. DRDO ഇതുമായി ബന്ധപ്പെട്ട 3ാമത്തെ ഉപഗ്രഹത്തിൻ്റെ നിർമ്മാണ ഘട്ടത്തിലാണ് എന്നാണ് ലഭിക്കുന്ന സൂചന. അതുവരെയും അത് നിർമ്മാണം പൂർത്തിയായി അത് ഇനി വിജയകരമായി ഓർബിറ്റ് ചെയ്യുന്നത് വരെയും തീർച്ചയായും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് ഒരു ഉപഗ്രഹം ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ സ്വകാര്യ ഏജൻസി ഇത്തരത്തിൽ ഉപഗ്രഹം നിർമ്മിച്ചതും അത് നിർമ്മിച്ച ഉപഗ്രഹം അത് അമേരിക്കയിലെത്തിച്ച് ഫാൽക്കൺ 9-ൽ അതായത് സ്പേസ് എക്സിനെ കൊണ്ട് ഭ്രമണപഥത്തിൽ എത്തിക്കാൻ കാരണം തീർച്ചയായും ISROയുടെ തുടർ പരാജയങ്ങളാണ് എന്ന് വ്യക്തമാണ്. അതായത് ISRO നേരത്തെ തന്നെ ഈ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തൽക്കാലത്തേക്ക് ഈ അന്വേഷണം തീരുന്നത് വരെ നിർത്തിവെച്ചിരിക്കുന്നു എന്ന ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ആ റിപ്പോർട്ടുകളെല്ലാം ശരിവയ്ക്കുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിന് ISROയ്ക്ക് മേൽ കാര്യമായ സംശയമുണ്ട് എന്ന വാർത്തകൾ ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ സ്വകാര്യ ഏജൻസി രൂപപ്പെടുത്തിയ അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്ത രാജ്യത്തിൻ്റെ അഭിമാനമായ ആ ഉപഗ്രഹം ഇപ്പോൾ മറ്റൊരു വിദേശ ഏജൻസിയുടെ കയ്യിൽ അല്ലെങ്കിൽ വിദേശ ഏജൻസിയുടെ റോക്കറ്റിൽ ബഹിരാകാശത്തേക്ക് എത്തിക്കേണ്ടി വന്നത് എന്ന ഒരു സംശയമാണ് ഈ 2 വാർത്തകളും നമ്മൾ ഒരുമിച്ച് നോക്കുമ്പോൾ കാണാൻ കഴിയുക. എന്തായാലും രാജ്യത്തിൻ്റെ അഭിമാനമായ ആ വിക്ഷേപണം നടന്നിരിക്കുന്നു. രാജ്യത്തിന് ഇപ്പോൾ ശക്തിയേറിയ ഒരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഇപ്പോൾ ഉണ്ട്. അതും വളരെ അത്യാധുനികമായ നമ്മുടെ രാജ്യത്തിന് മാത്രം കൈവശമുള്ള ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഭൗമ നിരീക്ഷണ സംവിധാനമാണ് ഇപ്പോൾ നമ്മുടെ ബഹിരാകാശത്തുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുകൊണ്ടാണ് ഇത്രമാത്രം തന്ത്രപ്രധാനമായതുകൊണ്ടായിരിക്കാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിൻ്റെ വിക്ഷേപണത്തിന് ശേഷം വളരെയധികം ആവേശത്തോടുകൂടി അല്ലെങ്കിൽ ആവേശഭരിതനായി കാണപ്പെടുകയും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ കമ്പനിയെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തത്.